സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചാണ് എണീറ്റതും ഫുഡ് കഴിച്ചതും. അപ്പോൾ അങ്ങനെ കഴിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഡീപ്പ് ക്ലീനിങ് ടീം എത്തി. അങ്ങനെ അവർക്ക് വീട് കൈമാറി കുളിക്കാനായി നേരെ കുളത്തിലേക്ക് കൂട്ടുകാരെയും കൂട്ടിപ്പോയി. അങ്ങനെ പോകുന്ന വഴി ഒരു സോപ്പും വാങ്ങി കുളത്തിലെത്തി. കുളത്തിലേക്ക് നടന്നെത്താറായപ്പോഴാണ് പണ്ടത്തെ കുറേ ഓർമ്മകൾ. പണ്ടൊക്കെ കുളത്തിൽ വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും സ്ഥിരമായി ഞങ്ങൾ വരുമായിരുന്നു. അങ്ങനെ വീണ്ടും ഒരു മഴക്കാലം എത്തി. കാലം നമ്മളെ വീണ്ടും ഈ കുളത്തിൻ്റെ കരയിലെത്തിച്ചു. എന്തായാലും കുളത്തിൽ വന്നപ്പോൾ തന്നെ പഴയ ഓർമ്മകളിലേക്ക് ചാടി. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട കുളത്തിച്ചാട്ടം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പായി. അങ്ങനെ നേരെ ബിരിയാണി കഴിക്കാനായിട്ട് കടയിലേക്ക് പോയി. ഇതെല്ലാം കഴിഞ്ഞ് നേരെ ക്രിക്കറ്റ് കളി ഞങ്ങൾ തുടങ്ങി. കളി തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഒരു കൂട്ടുകാരന് കാലിന് ഇഞ്ചുറി ആയി. അങ്ങനെ നേരെ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടർ വരാൻ അരമണിക്കൂറോട് താമസം ഉണ്ടെന്ന് കേട്ട ഗ്യാപ്പിൽ ഒരു ചായ കുടിക്കാനായി ഇറങ്ങി. ഡയറ്റ് എടുത്ത് ഫോക്കസ്ഡ് ആയിരിക്കും. അങ്ങനെ വണ്ടിയിലിരുന്ന് തന്നെ നമ്മുടെ ഇഞ്ചുറി പറ്റിയ ആൾ ബജ്ജിയൊക്കെ കഴിച്ചു. അങ്ങനെ ബജ്ജി കഴിച്ച് തിരിച്ച് ഡോക്ടറിൻ്റെ വീട്ടിലാണ് നമ്മൾ കാണാൻ ചെന്നത്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഓർത്തോ ഡോക്ടറാണ്. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് കാലിൻ്റെ ലിഗമെൻറ്റിന് പൊട്ടലുണ്ട്, ഇനി ക്രിക്കറ്റ് കളിക്കരുത്, 2 ആഴ്ചയോളം റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ടു. അങ്ങനെ പോകുന്ന വഴിയിൽ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ നേരെ കയറി മന്തി കഴിച്ചു. പുതിയൊരു മന്തിക്കടയായിരുന്നു. മന്തി കഴിച്ച് യുദ്ധം ജയിച്ച രീതിയിൽ വരുന്ന രോഹിത്തിനെ കണ്ടാൽ മനസ്സിലാവും അവന് ആ മന്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വാങ്ങേണ്ട മരുന്നുകളെല്ലാം വാങ്ങി കറക്റ്റായി വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അതിനുള്ള നന്ദിയാണ് നമ്മളോടിപ്പോൾ പറയുന്നത്. ഓക്കെ, ബൈ.